എവിടെ ചെന്നാലും CPIക്ക് ഈ CPM-നെ ഭയന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മനസമാധാനമായിട്ട് CPI നേതാക്കൾ ഒന്നുറങ്ങിയിട്ട് ആഴ്ചകളായി. തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായാലും സർക്കാർ ഉണ്ടാകില്ല, തങ്ങളുടെ 4 മന്ത്രിമാരെങ്കിലും പുതിയ സർക്കാർ ഉണ്ടാകില്ല എന്ന് CPIക്ക് വ്യക്തമായി. ഭരണം UDF-ന് കിട്ടി. അപ്പോൾ യോഗം പ്രതിപക്ഷത്തിരിക്കാനാണ്. അങ്ങനെ വന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ആരാകും എന്ന ചർച്ച CPM-നുള്ളിൽ കൊഴുത്തത്. പല പേരുകളും വന്നു. KN ബാലഗോപാൽ അടക്കം പലരുടെയും പേരുകൾ വന്നു. പക്ഷേ മുഖ്യമന്ത്രിയെങ്കിൽ മുഖ്യമന്ത്രി, ആ കസേര പോയാൽ പ്രതിപക്ഷ നേതാവിന്റെ ക്യാബിനറ്റ് പദവിയുള്ള ക്യാബിനറ്റ് റാങ്കുള്ള ആ കസേര, അത് മാത്രം താൻ വിടില്ലെന്നായി പിണറായി വിജയൻ. അങ്ങനെ CPM പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവ് മാറ്റി. ഉടൻ തന്നെ CPIയുടെ രാജ്യസഭാംഗം സന്തോഷ് ഡൽഹി വഴി ഒരു ആവശ്യം ഉന്നയിച്ചു. CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണം. സംസാരിക്കേണ്ട, ചർച്ചയില്ല, ആലോചിക്കുന്ന കാര്യമേ ഇല്ല, നടക്കില്ല എന്നൊക്കെ കട്ടായം പറഞ്ഞു CPI നേതാക്കൾ. അതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. പിണറായി വിജയനെ, അതായത് ഇടതു മുന്നണിയുടെ മൊത്തത്തിലുള്ള പരാജയം, കനത്ത പരാജയത്തിന് കാരണഭൂതനായ പിണറായി വിജയനെ നിങ്ങൾ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം. അങ്ങനെ കയറൂരിയ മട്ടിൽ നിങ്ങളെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇടതു മുന്നണി എന്നാൽ CPI മാത്രമല്ല, CPIയും മറ്റു ഘടകകക്ഷികളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു അന്തസ് വേണം, അന്തസ് എന്നാണ് CPI നേതാക്കൾ തിരിച്ചു പറഞ്ഞു നോക്കിയത്. പക്ഷേ PM ശ്രീയിൽ CPIയുടെ കടുംപിടുത്തം കൊണ്ട് ആ പദ്ധതിയിൽ ഒപ്പിടാത്തതുപോലെ ഇവിടെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വാങ്ങിയെടുക്കുന്നതിൽ CPIക്ക് എവിടെയോ ഒരു എഞ്ചിൻ ട്രബിൾ. അങ്ങനെ നിയമസഭയിലെ MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അങ്ങനെ ഉന്തിയും തള്ളിയും കിതഞ്ഞുമൊക്കെ ആ പ്രതിപക്ഷ എഞ്ചിൻ മുന്നോട്ട് പോവുകയാണ്. ഇതാ ഇപ്പോൾ CPIയുടെ ഒരു ഭീഷണി വന്നിട്ടുണ്ട്. സഭയിൽ ഞങ്ങൾ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കും. ഇതാ CPIയുടെ പുതിയൊരു ഭീഷണി വന്നിട്ടുണ്ട്. നിയമസഭയിൽ ഞങ്ങൾ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കും. തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. ഇത് ലോക്സഭയിൽ DMK പറഞ്ഞതല്ല എന്നുകൂടി ഓർത്തോണം. എന്തായാലും കനത്ത തോൽവി സഹിക്കാനാകാത്ത അവസ്ഥയിലാണ് CPI. ഇതിനൊക്കെ കാരണക്കാരനായ പിണറായി വിജയൻ മാറിയിരിക്കുമെന്നാണ് അവർ ആദ്യം കരുതിയത്. പക്ഷേ കയറി പ്രതിപക്ഷ നിര കസേരയിരുന്നപ്പോൾ CPI വ്യക്തമായ തീരുമാനത്തിലെത്തിയതാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഇത്തവണ CPIക്ക്. ഇല്ലെങ്കിൽ തങ്ങൾ ഇടതു മുന്നിൽ മറ്റൊരു ഭീഷണി കൂടി CPI മുഴക്കിയിട്ടുണ്ട്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുമെന്നതിൽ ഒരു മാറ്റം ഉണ്ടാകില്ലെന്ന് ഇപ്പോൾ പറയുന്നു. ഇതാണ് ഇപ്പോൾ CPM-നോടുള്ള CPI-യുടെ കടുത്ത നിലപാട്. അങ്ങനെ സത്യപ്രതിജ്ഞയുടെ പിറ്റേന്ന് മുതൽ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി LDF-ൽ ചേരിപ്പോര് രൂക്ഷമാകുകയാണ്. CPI-യുടെ സമ്മർദ്ദങ്ങളെ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല, ഉപനേതാവ് സ്ഥാനം CPI-ക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിലാണ് CPM. പ്രതിപക്ഷ സ്ഥാനവും ഉപനേതാവ് പദവിയും സാധാരണ നൽകി വരുന്നത് CPM-നാണെന്നും അതാണ് കീഴ്വഴക്കമെന്നുമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിഷയത്തിൽ പ്രതികരിച്ചത്. മുമ്പ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവുമായിരുന്നു. അതെന്താ തങ്ങൾക്ക് നൽകിയില്ലെന്നായിരുന്നു CPI-യുടെ അടുത്ത ചോദ്യം. അവിടെ ചോദിച്ചുകൊണ്ടേ ഇരുന്നോളൂ, പക്ഷേ പിണറായി വിജയൻ തന്നെ ഭരിക്കുകയും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കുകയും ചെയ്യും എന്നാണ് വ്യക്തമായി കിട്ടിയ മറുപടി. എന്തായാലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ന ആവശ്യത്തിൽ നിന്ന് തങ്ങൾ പിന്മാറില്ലെന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം പറഞ്ഞിട്ടുണ്ട്. തുടർ നടപടി CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്യും. CPI കഴിഞ്ഞില്ലെങ്കിൽ സഭയിൽ മാറിയിരിക്കും, ഞങ്ങൾ പ്രത്യേക ബ്ലോക്കായിരിക്കും. മുൻപ് പല വിഷയങ്ങളിലും CPM-നോട് ഇടഞ്ഞ് ഒടുവിൽ സുല്ലിട്ട ചരിത്രമാണ് CPI-ക്കുള്ളത്. ഈ ആവശ്യം പക്ഷേ പരസ്യമായി പോയി. രഹസ്യമായാണ് CPM-നോട് ഉപനേതൃസ്ഥാനം ചോദിച്ചത്. പക്ഷേ പരസ്യമായതുകൊണ്ട് എല്ലാ തവണയും നാണം കെടുന്നത് പോലെ ഇത്തവണയും നാണങ്ങളാൻ വയ്യ. അങ്ങനെയെങ്കിൽ CPM-നോട് ഒത്തുപോകാനില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും LDF-ന്റെ സംയുക്ത ഘടകകക്ഷി യോഗം ഇതുവരെ വിളിച്ചു ചേർത്തിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ LDF-ന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കില്ലെന്ന് CPI ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇനി ബജറ്റിനാകും സഭ അടുത്ത ദിവസം കഴിഞ്ഞ് വിട്ടുചേരുക. ഈ ഇടവേളയിൽ പ്രശ്നപരിഹാരം കാണാനാണ് ഇപ്പോഴത്തെ ശ്രമം. CPM പക്ഷേ മുട്ടാപ്പിടി നേതൃത്വത്തിലാണ്. ഒരു കാരണവശാലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI-ക്ക് വിട്ടുകൊടുക്കില്ല. വെറും 25 MLA-മാർ മാത്രമുള്ള CPM-ആണ് വലുത്. ഒരാൾ മാത്രം തോറ്റ
തങ്ങളാണ് വരുന്നത് CPI തിരിച്ചു വയ്ക്കും. CPM അതിൽ ഉത്തരമില്ലെങ്കിലും എന്തായാലും കീഴ്വഴക്കമായി നിൽക്കട്ടെ എന്നാണ് CPM പറയുന്നത്. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാവിയിൽ നിയമസഭയിൽ വരാൻ ചില അസൗകര്യങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ ആ നേതൃസ്ഥാനം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആവശ്യപ്പെടുന്ന CPIക്ക് നൽകിയാൽ CPIയുടെ MLA ആകും പ്രതിപക്ഷ നേതാവിന്റെ ചുമതല വഹിക്കുക. അതാണ് CPMനെ ഇക്കാര്യത്തിൽ പുറംതിരിഞ്ഞു നിൽക്കാൻ നിർബന്ധിതരാക്കുന്നത്. അങ്ങനെ വന്നാൽ നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണം മൊത്തം കടിഞ്ഞാൺ മൊത്തം CPIക്ക് പോകും. അങ്ങനെ കാലക്രമേണ CPM ക്ഷയിച്ച് CPI ഇടതുമുന്നണിയിലെ വലിയേട്ടനായി മാറും, CPM ചെറിയേട്ടനായി മാറും. അത്തരമൊരു അവസ്ഥ CPM നേതാക്കൾക്ക് മനസ്സുകൊണ്ട് പോലും ആലോചിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരം, അതായത് ഈ ഒരു അവസ്ഥ പിണറായി വിജയൻ എങ്ങാനും സഭയിൽ വരാതിരുന്നാലോ, പിണറായി വിജയൻ എങ്ങാനും ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോയാലോ, പിണറായി വിജയൻ എങ്ങാനും രാജിവെച്ചാലോ, പിണറായി വിജയൻ എങ്ങാനും ED കൊണ്ടുപോയാലോ, പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ED അറസ്റ്റ് ചെയ്താലോ, അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയൻ MLA സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനവും രാജിവെച്ചാലോ, ഇതൊക്കെയാണ് ഇപ്പോൾ CPMനുള്ളിലെ വലിയ ചോദ്യചിഹ്നങ്ങൾ. ഈ ചോദ്യചിഹ്നങ്ങൾക്ക് ഉത്തരം ഒന്ന് മാത്രം: പിണറായി ഇല്ലെങ്കിൽ അടുത്ത CPIക്കാരൻ. അല്ലാതെ CPIക്കാരനെ പ്രതിപക്ഷ ഉപനേതാവാക്കി ആ CPIക്കാരനെ ഇടതു മുന്നണിയിലെ നിയമസഭാ കക്ഷിയുടെ നേതാവാക്കി വാഴ്ത്തുന്ന ഒരു പാരമ്പര്യം ഉണ്ടാക്കാൻ പാടില്ലെന്ന ദീർഘവീക്ഷണം നമിക്കണം MP ഗോവിന്ദനെയൊക്കെ. കാരണം ഈ കനത്ത തോൽവിക്കിടെങ്കിലും ഇതെല്ലാം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയല്ലോ. എന്തായാലും പിണറായി ഇല്ലാത്ത CPMനെ കുറിച്ചാണ് ഇപ്പോൾ CPM ആലോചിക്കുന്നത്. പിണറായി ഇല്ലാത്ത LDFനെ കുറിച്ചാണ് ഇപ്പോൾ CPI ആലോചിക്കുന്നത്. പിണറായി ഇല്ലാത്ത CPM, പിണറായി ഇല്ലാത്ത LDFൽ അവിടെ പിണറായിക്ക് പകരമായി വരേണ്ടത് CPI നേതാവ് തന്നെയാണെന്ന് അവർ വ്യക്തമാക്കുന്നു. അങ്ങനെ വന്നാൽ മുതിർന്ന CPI നേതാവ് തന്നെയാകും നിയമസഭാ ഉപനേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്. ഇടതു മുന്നണിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക ആ ഉപനേതാവ് തന്നെയായിരിക്കും. അങ്ങനെ അധികാരം CPMൽ നിന്നും ചരിത്രത്തിലാദ്യമായി CPIയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറാതിരിക്കാൻ വേണ്ടി കൂടെ തന്നെയാണ് ഈ ഒരു കടുത്ത നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വിട്ടുകൊടുക്കില്ല.